ഫുഡൊക്കെ കഴിച്ച് ആശ്വാസമായില്ലേ? ഹാപ്പിയായി. ഓ, ആ മുഖത്തെ പ്രകാശം കൊണ്ട് ഇനി ഒരു 10 മിനിറ്റത്തേക്ക് വിശക്കേ ഇല്ല. ആണല്ലേ, അതാണല്ലേ സീന്. അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി എന്താണ് അടുത്ത നമ്മുടെ? ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിലുള്ള അമ്മയും ചേട്ടനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ശരി. ഡ്രൈവിംഗ് ഒക്കെ ഇപ്പം എത്ര നാളായിട്ട് ചേട്ടൻ വണ്ടി? ഇപ്പം കാറുകളൊക്കെ അങ്ങനെ ഇന്ന ക്രേസ് ഉണ്ട്, ഇപ്പം ഇന്നത് മേടിക്കണം, കുറെ കൂടെ ഒക്കെ പൈസയൊക്കെ ആയതിനു ശേഷം, അല്ലെങ്കിൽ കുറെ കൂടെ ഒക്കെ മൂവീസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇന്നത് മേടിക്കണം, അങ്ങനെ ഒരു ഡ്രീം ഒക്കെ ഉണ്ടോ? ഇത് ഞാൻ ആദ്യമായിട്ട് എടുത്ത വണ്ടിയാണ്. അപ്പൊ ഇത് പിന്നെ എൻ്റെ അച്ഛനൊക്കെ ഇതിനകത്ത് യാത്ര ചെയ്താണ്. അച്ഛൻ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി എന്നും നിലനിർത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മൾ ഈ ലോങ് യാത്രയൊക്കെ പോകുമ്പം കുറച്ചുകൂടെ വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് യാത്രയ്ക്ക് സുഖമായിരിക്കും. അപ്പം ഇപ്പം എന്തായാലും ഈ വണ്ടി തന്നെ കൊണ്ടുപോകണം. പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആവട്ടെ. എന്നിട്ട് ഡ്രൈവിംഗ് ഒക്കെ എത്ര നാളായിട്ട്? ഇപ്പം ഡ്രൈവിംഗ് ഞാനിപ്പോൾ ഒരു 5 വർഷമായിട്ട് ആണ് ഡ്രൈവിംഗ് പഠിച്ചത്. അപ്പം പഠിച്ച ഉടനെ തന്നെ വണ്ടി എടുത്തു. ശരിക്കും വണ്ടി എടുത്താണ് പഠിച്ചതെന്ന് തോന്നുന്നു. നമുക്ക് മിമിക്രിയിൽ എന്തെങ്കിലും ചേട്ടൻ ആദ്യം ചെയ്തു വന്ന സംഭവങ്ങളോ ചേട്ടൻ്റെ ഫേവറേറ്റ്സ് എന്താന്ന് വെച്ചാൽ എടുത്തു? ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പട്ടിയുടെ കുറച്ച് ചേഷ്ടകളുണ്ട്. അതിൻ്റെ ഒരു ഇത് കാണിക്കുക. അതായത് അവനിങ്ങനെയാണ്. അവന് പിന്നെ സാധാരണ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വെറുതെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അതുവഴി ഒരു നീടലെങ്ങാനും പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആശാന്റെ ഭാവം മാറും. ഇങ്ങനെ നടക്കും. അപ്പോൾ ആശാൻ നിഴലാണ് എന്ന് പറയുന്നത്. അത് നിഴലല്ല, ഒരു പെൺ പട്ടിക്കുട്ടിയാണ് അതുവഴി പോയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആശാന്റെ ഭാവം വീണ്ടും മാറും. ഇനി ആശാന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉച്ചയ്ക്ക് അമ്മ മീന് കണ്ടിക്കുന്ന സമയത്ത് ആശാൻ മീനിന്റെ കഷ്ണം കിട്ടാൻ വേണ്ടി ഇരിക്കും. അടുത്ത് വന്ന് ഭയങ്കര ഒരു ദയനീയ ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഒരു കഷ്ണത്താ വരണം. ഇതാണ് നമ്മുടെ വീട്. നമ്മളെ രാവിലെ മിസ് ചെയ്ത ഒരു പോർഷൻ ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഇട്ട് പിടിച്ച്. എത്ര നാളെ ഇപ്പൊ ഇവിടെ ചേട്ടൻ താമസം? ഞാൻ ജനിച്ചതും വളർന്നതല്ല ഇവിടെ തന്നെയാണ്. കുട്ടിക്കാലം മുതൽ ഇവിടെ തന്നെ. അപ്പൊ ചൈൽഡ്ഹുഡ് മുതലുള്ള മെമ്മറീസ് ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പൊ ആരൊക്കെയാ സ്റ്റേ ചെയ്യുന്നത്? എനിക്കുള്ളത് 2 ചേട്ടന്മാര്, അമ്മ, അച്ഛൻ ഫോട്ടോ കാണുന്നതാണ്. അപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ ഇല്ല, നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ വൈകിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഒരു ചേട്ടനും ചേട്ടത്തിയുണ്ട്, അമ്മയുണ്ട്. ഓ ശരി. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. അമ്മ, ഞാൻ പറയാറ് രാവിലെ നിങ്ങളോടൊക്കെ പരിചയപ്പെടേണ്ടതാ. പക്ഷെ ചേട്ടൻ ഇനോഗ്രേഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആ വഴി അങ്ങനെ പോവുമായിരുന്നു. അപ്പം സെന്തിലേട്ടനെ പറ്റിയാണ് എനിക്കറിയുന്നത്. ഞാൻ ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അറിയണമല്ലോ അല്ലേ? അപ്പൊ ചേട്ടനിൽ നിന്ന് തന്നെ അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം. സെന്തിലേട്ടൻ എങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ ഈ കലാപരമായിട്ട്? നിങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എന്ന് പറഞ്ഞു കലാപരമായിട്ടുള്ള കാര്യങ്ങൾ. ചെറുതിലെ കലാപരിപാടികളോടൊക്കെ വലിയ താല്പര്യം നല്ലത് തന്നെ. ചേട്ടത്തി ഇനി ഒരു ചേട്ടൻ കൂടെ ഉണ്ട്. അപ്പൊ ചേട്ടൻ വൈകിട്ടേ വരത്തുള്ളൂ. അത് ശരി. അപ്പൊ ഇപ്പം ഒരു സിനിമാ നടനായതിനു ശേഷം ഉള്ള ഒരു ഇതെങ്ങനെയാണ്? ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഇവൻ സിനിമ കണ്ടിട്ട് കരഞ്ഞുകൊണ്ടൊക്കെയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് അമ്മ കരഞ്ഞ് എന്റെ അടുത്തിരുന്ന് അമ്മ നൈസായിട്ടൊക്കെ ഇരുന്ന് കാണും. അമ്മ എന്നാലും വെളിയിൽ പ്രകടിപ്പിക്കാതെ ചെറിയ രീതിയിലൊക്കെ. അപ്പൊ ഇനി എന്താണ് അടുത്ത പരിപാടികൾ? അടുത്ത് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം.
അപ്പോൾ തുടങ്ങാം. ഞാൻ അമ്മയെ കുറിച്ച് ഭയങ്കര ബിൽഡപ്പ് തന്നിരിക്കുകയാണ്. അമ്മ ഭയങ്കരമായിട്ട് ഫുഡൊക്കെ വെക്കുന്നു. ഇന്ന് ചീത്തി പോകുമെന്ന് അറിയില്ല. അമ്മയുടെ സ്പെഷ്യൽ സാധനങ്ങൾ എല്ലാം സ്പെഷ്യലാണ്. അതെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡൺ. ഒരു കോമ്പറ്റീഷൻ പോലാണ് നമ്മൾ. തീർച്ചയായിട്ടും. ഇങ്ങനെയൊക്കെ ഗസ്റ്റ് വരുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കുറേ വിഭവങ്ങൾ ഒരുമിച്ച് കാണാൻ. വെറുതെ അല്ലായിരുന്നു ഒരു ആവേശം 10 മിനിറ്റ് എന്നൊക്കെ. അതെ. അപ്പോൾ നിഷയ്ക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആശാൻ ഉറക്കമാണ്. ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. റിക്കി. ഇവനാണ് നമ്മുടെ റിക്കി. അവന് ഊണൊക്കെ കഴിഞ്ഞ ഉറക്കമാണ്. അയ്യോടാ. ഇവനെന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. പട്ടികളുടെ ശബ്ദവും നിരീക്ഷണമായിരുന്നല്ലേ. തൊട്ടോ കുഴപ്പമൊന്നുമില്ല. കടിക്കുവോ? ഏയ് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശരി, അപ്പൊ നമുക്കിനി പോയിട്ട് ഞാൻ മെമ്മറീസിലേക്ക് കൊണ്ടുപോട്ടെ. പഴയ കാര്യങ്ങളിലേക്ക്. സ്കൂളാകുമ്പോ പ്രേമം വരും. കോളേജിലേക്ക് വരാം. കോളേജിൽ എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ കോളേജ് കാലങ്ങളൊക്കെ? കോളേജ് എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ ആദ്യം അഡ്മിഷൻ കൊടുത്തിട്ട് എനിക്ക് ഏതായിരുന്നു ചേട്ടൻ എടുത്തിരുന്നത്? ഞാൻ ഹിസ്റ്ററി, ഇസ്ലാമിക ചരിത്രമാണ്. ഇസ്ലാമിക് ഹിസ്റ്ററി. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു കഥ പറഞ്ഞുതരാം. അതായത് ഞാൻ ആദ്യം യൂണിവേഴ്സിറ്റി കോളേജിൽ പോകുമ്പോൾ എനിക്ക് +2 സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പോരാ, യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അഡ്മിഷൻ കൊടുത്തത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. വലിയ വലിയ സംഭവങ്ങൾ കൊടുത്തിരുന്നത്. അപ്പോൾ എന്നെ ഒരു അക്നോളജ്മെന്റ് കാർഡ് പോലും വന്നില്ല, ലിസ്റ്റിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ട് പിന്നെ എന്തായാലും ഒരു തൊഴിലിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ ഒരു തുണിക്കടയിൽ ജോലിക്ക് പോയി. അങ്ങനെ ജോലിക്ക് പോയ സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ കോളേജിലൊക്കെ പോയിട്ട് അവരവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നി എങ്ങനെയെങ്കിലും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ ഇസ്ലാമിക് ഹിസ്റ്ററിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആൾക്കാർ കുറവാണ്. അപ്പം ഞാൻ പറഞ്ഞു അറബിയൊക്കെ പഠിക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു അറബിയൊന്നും ഇല്ല അതിനകത്ത്, ചരിത്രമാണ് അത്, നമ്മൾ ഇസ്ലാമിക ചരിത്രമാണെന്നേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം നേരെ ഈ സബ്ജക്ട് ഇത് വെച്ചും കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. അവിടെ മുതലാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കലാജീവിതത്തിൻ്റെ നല്ലൊരു തുടക്കം. യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്നത് അറിയാം, ഒരുപാട് മഹാരഥന്മാർ പഠിച്ച ഇറങ്ങിയ ഒരു കോളേജാണ്. ഒരുപാട്. അപ്പോൾ ആ ഒരു ക്യാമ്പസിൽ പഠിക്കാൻ പറ്റിയത് തന്നെ ഒരു അഭിമാനമാണ്. ഇതാണ് ഞാൻ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴി. ഇവിടെ എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ ഒക്കെ മുകളിലാണ്. ഇതുവഴി ആണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴി. പിന്നെ ഇവിടെ ഒരു വലിയ പ്രത്യേകത ഉള്ളത്, നമ്മുടെ എന്താ പറയാ, നമ്മളെല്ലാം സ്ഥിരം കുളിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വെള്ളം വറ്റത്തില്ല. ഊറ്റ് വരുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ഇങ്ങനെ ഊറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് ഇവിടെ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, സ്റ്റാഫ് റൂമാണ്. ഇത് ശ്രീമ ടീച്ചർ, നമ്മുടെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സാറാണ്. സാറിന്റെ പേര് മറന്നു, പ്രശാന്ത് സാറ്. ഇത് പുതിയ ടീച്ചറാണെന്ന് തോന്നുന്നു. അതെ. മാം ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഞാൻ എക്കണോമിക്സ്. അപ്പം എങ്ങനെയാണ് ഈ സ്റ്റുഡൻറ്റിനെ കുറിച്ച് എന്താണ് മെൻഷൻ ചെയ്യാനുള്ളത്? രണ്ടുപേർക്കും പഴയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, അത് മാത്രമേ പറഞ്ഞാൽ മതി. ഇവരുടെ ക്ലാസ് നല്ല
ക്ലാസ് ആയിരുന്നു. കൂട്ടുകാരന്മാർ അത് ഗംഭീര കൂട്ടുകാരന്മാരായിരുന്നു. സെന്തിലാള് പാവമായിരുന്നു, കലാരംഗത്ത് തന്നെയായിരുന്നു അവനപ്പോഴേ ശ്രദ്ധ. കാരണം അതായിരുന്നു ഇവന്റെ ഒരു അന്നത്തെ ഹീറോ അല്ലേ. എല്ലാവരുടെയും സൗണ്ട് അനുകരിക്കും, ഞങ്ങളെല്ലാം സൗണ്ടും എല്ലാം അനുകരിക്കും. സാറിന് എന്താണ് ഈ സ്കൂളിൽ ഇപ്പോൾ 2 തരത്തിലാണല്ലോ. സാധാരണ അക്കാഡമിക്കായി മികവ് പുലർത്തുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ കഴിവ് തെളിയിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ആ തരത്തിൽ സ്കൂളിൽ വെച്ച് തന്നെ വളരെ ശ്രദ്ധേയമായ കുട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ നിലയിലേക്ക് എത്തി. ചാലക്കുടിക്കാരൻ ചെങ്ങാനുകൂടെയൊക്കെ വളരെ ഫേമസ് ആയി കുട്ടികളെല്ലാവരും, നമ്മുടെ സ്കൂളിലുള്ള മറ്റുള്ള കുട്ടികളെല്ലാവരും പറയുമ്പോൾ നമുക്ക് കുട്ടികൾ കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മാതൃകയായി മാറി എന്നുള്ളത് നമുക്കെല്ലാം വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇനി എൻ്റെ കൂടെ അന്ന് പഠിച്ചിരുന്ന കുറച്ച് കൂട്ടുകാരോട് വന്നിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ ഫ്രണ്ട്സ്, അപ്പോൾ അവരൊന്ന് നമുക്ക് കാണാം. ഡെഫിനറ്റ്ലി. നമസ്കാരം. ഓരോരുത്തരായിട്ട് എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. തീർച്ചയായിട്ടും. ഇത് ഷാൻ, നമ്മുടെ ഒരു ആസ്ഥാന ഗായകനാണ്. നമ്മള് പുറകെ ഉണ്ട്. ആ തൊപ്പിയായിരുന്നു ഗ്ലാമർ വെച്ചു. ഇത് നമ്മുടെ കണ്ണാടി എന്ന് പറയും. കണ്ണാടി. അത് ലിജു, അത് റിജു, അത് ജോസ്, ഷിബു, സുബിൻ, അരുൺ രാജ്, അഭിലാഷ്, അനു, അത് അജിത്ത്. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്? എല്ലാവരും കൂടെ ഉണ്ടായിരുന്നല്ലേ? അവർക്കാണ് പ്രത്യേകം. ഞാൻ ടീച്ചറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടായിരുന്നല്ലോ അല്ലേ? ടീച്ചർ പറഞ്ഞ നല്ല കുട്ടികൾ ഇവരാണ്. അപ്പൊ ഇവിടെ നമ്മൾ കൂടിയേക്കുന്നതിന്റെ ഒരു ഉദ്ദേശം, ഇവിടെ സെന്തിലേട്ടനെ പറ്റി നല്ലത് മാത്രം, പോസിറ്റീവ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഉള്ള കാര്യങ്ങൾ പറയുക. ഇവര് പോയി കഴിഞ്ഞ് നമ്മൾ കാണേണ്ടതാണ്. അപ്പൊ ഈ മൈക്ക് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക. സെന്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 7-8 പേരുണ്ട്. നമ്മളെ ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ 10-25 ബോയ്സ് ഉണ്ട്. എന്നാൽ അതിലൊരു 7-8 പേർ നമ്മളൊരു സംഘടന ഉണ്ട്, ഒരു സംഘം. അതിലെല്ലാവിധ പോക്കർത്തരം കാണിക്കുന്ന മയന്മാരാണ്. പക്ഷെ എന്നാലും സെന്തിൽ അതിന്നൊക്കെ നമ്മൾ പക്ഷെ പുള്ളി എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും. കലാപരമായിട്ടൊക്കെ വളരെയേറെ കഴിവുള്ള ഒരു സെന്തിലാണ് നമ്മളെ ഇപ്പോഴത്തെ നമ്മളെ രാജാമണി. നമുക്ക് രാജാമണിയല്ല, നമുക്ക് അന്നും ഇന്ന് എന്നും സെന്തിൽ കൃഷ്ണൻ കേറ്റി. പിന്നെ സെന്തിലും ഞാനുമായിട്ട് പുളിമുട്ടായി തുടങ്ങിയ ബന്ധമാണ് അല്ലേ? പുളിമുട്ടായി സ്കൂളിലല്ല, ഒരു ട്യൂഷൻ സെന്റർ വെച്ച് തുടങ്ങിയ ബന്ധമാണ്. ആ ബന്ധം അതേ ലാഘവത്തിൽ ഇന്ന് ഞാനും അവനും കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും എല്ലാവരോടും. അവൻ മണിച്ചേട്ടൻ എങ്ങനെയായിരുന്നോ നാട്ടുകാരോട്, അതുപോലെ തന്നെയാണ് ഒരു മാറ്റം. അവൻ എങ്ങനെയൊക്കെ ഏത് ലെവലിൽ എത്തിയിരുന്നാലും, നാട്ടുകാർ ഏത് ലെവലിലുള്ള നാട്ടുകാരായിരുന്നാലും ശരി തന്നെ, അവൻ്റെ സ്നേഹത്തിന് ഒരു തുണ്ട് പോലും കുറവ് വന്നിട്ടില്ല. അല്ല, ഇത് എനിക്കൊരു പറയാനുള്ളൊരു കാര്യം, ഞാൻ സ്കൂളിൽ വന്ന സമയത്ത് എനിക്ക് ഒരു അഡ്മിഷൻ എല്ലാം കിട്ടി. നമ്മളെല്ലാവരും ക്ലാസ്സിലുണ്ട്. അപ്പോൾ സെന്തിൽ അപ്പോൾ ക്ലാസ്സിലില്ല, അഡ്മിഷൻ ആയിട്ടില്ല. അപ്പോൾ പുള്ളി ഒരു എൻട്രി ഉണ്ടായിരുന്നു, ഇത് ഈ ഇടവഴി കൂടെ, ഈ ഇടനാഴി കൂടെ ഒരു വരക്കുണ്ടായിരുന്നു. അതിലിങ്ങനെ നടന്ന് ഒരു പാവത്താൻ, അന്നൊരു പാവത്താൻ, ഇന്നും പാവത്താനാണ്. അന്നൊരു എൻട്രി ഉണ്ടായിരുന്നു. ആ പാവത്താനെ പോലെ വന്ന് ക്ലാസ്സിനകത്ത് കയറി. അതുപോലെ ഇന്ന് അയാളെ എൻട്രി ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ആ പഴയ കാര്യം ഓർമ്മ വന്നു. അയാളുടെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാജകീയ പ്രൗഢിയോടെയാണ് എൻട്രി ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ നിന്ന് ഒരുപാട് സന്തോഷം. നമുക്ക് ഒരു പാട്ട് എല്ലാവർക്കും പാടിയോ? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. വന്നിരുന്ന് ഇപ്പൊ ഞാൻ പറയേണ്ടിയിരിക്കും ഇങ്ങോട്ടുള്ള സെറ്റ്. അപ്പൊ ഈ ഇവിടെ വന്നിരുന്നിട്ട് എന്തൊക്കെ മെമ്മറീസ് ആണ് ചേട്ടൻ ഇപ്പൊ തോന്നുന്നത്? മെമ്മറീസ് മുഴുവൻ ഇങ്ങനെ പഴയ ഓർമ്മകൾ. ബാക്ക് ബെഞ്ച് അവിടെ മിഡിൽ പോർഷനിലായിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ പഴയ ഇപ്പൊ പ്രസന്റ് ആയിട്ട് ഓർമ്മ വരുന്നത്? ഈ ക്ലാസ്സിലോട്ട് എൻട്രി ചെയ്ത് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ കുറച്ച് പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, അവരെ നമ്മള് നോക്കുക, അതൊരു സൈഡില്. പിന്നെ അതുപോലെ ഇങ്ങനെ തന്നെയായിരുന്നു ഇരിക്കുന്നത്? അല്ലല്ല, ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയായിരുന്നു. ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഞാൻ ഇപ്പുറത്തായിരുന്നു.
അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ചില ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ നല്ല ബോറടിച്ചിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങാറുണ്ടായിരുന്നു. അത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു കൂടുതൽ ഉറക്കം തൂങ്ങുന്നത്? അത് ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസി ഒക്കെ വരുമ്പോൾ ഇച്ചിരി സ്വാഭാവികം. അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ പരീക്ഷ എക്സാം നടക്കുന്ന സമയത്ത് ഈ കോപ്പി അടിക്കുന്ന ആ ഒരു ഓർമ്മയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ബെഞ്ചിലൊക്കെ ഇങ്ങനെ ബെഞ്ചിൽ തങ്ക ലിപികൾ നമ്മുടെ പേരൊക്കെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ബെഞ്ചൊക്കെ മാറി കാണും. അപ്പൊ എല്ലാവരും ചാലക്കുടിക്കാരൻ ചങ്ങാതി സിനിമ വീട്ടിൽ പറഞ്ഞിട്ട് ക്ലാസ് കട്ട് ചെയ്തെങ്കിലും പോയി കാണണം. ഓക്കെ.